ഈ കഥയിൽ നിന്ന് എന്തു ഗുണപാഠമാണ് നിങ്ങൾ പഠിച്ചത്? ഗുരുവിനെ കൊല്ലരുത്. അത് മാത്രമല്ല, ഗുരു കുറ്റം പറയുകയും ശാസിക്കുകയും ചെയ്യുന്നത് ശിഷ്യന്മാരുടെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടിയാണ്. കുട്ടി ഏതാണ്? പൂങ്കൊടി, തൃക്കടയൂരിലെ താമസം. എന്നെ കൂടി വിദ്യ പഠിപ്പിക്കാമോ ഗുരുനാഥ? പഠിപ്പിക്കാമല്ലോ. ഗുരുദക്ഷിണ വയ്ക്കൂ. ദക്ഷിണ വയ്ക്കാൻ എന്റെ കയ്യിൽ പണമില്ല. എങ്കിൽ ഇവിടെ വിദ്യാഭ്യാസവും ഇല്ല. പൊയ്ക്കോ. ഒരു പണം പോലും ദക്ഷിണ വയ്ക്കാനില്ലാതെ വിദ്യ പഠിക്കാൻ വന്നിരിക്കുന്നു. വലിഞ്ഞു കയറി വന്നൊരു ഗുണപാഠം പറച്ചിലും. കടന്നു പൊയ്ക്കോണം. പൂങ്കുടി, എന്താ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് വിദ്യ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പാൽക്കാര. ഒരു ഗുരുവിനെ ഞാൻ സമീപിച്ചതാ. അദ്ദേഹം ദക്ഷിണ ചോദിച്ചു. എന്റെ കയ്യിൽ പണമില്ലായിരുന്നു. പണമില്ലാതെ വിദ്യ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഗുരു കളിയാക്കി വിട്ടു. വിഷമിക്കാതെ. വിദ്യ പഠിക്കണമെന്ന ആഗ്രഹം നിനക്കുണ്ടായത് വളരെ നല്ല കാര്യമാണ്. വിദ്യ മഹാധനമാണെന്നറിയുക. വിദ്യയ്ക്ക് മറ്റൊരു വലിയ ഗുണമുണ്ട്. എന്താണ്? അറിയില്ല. വിദ്യ പകർന്നു കൊടുക്കും തോറും ഗുരുവിലത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആഹാരം തരുന്നവരോട് നമുക്ക് കുറച്ചു നാളത്തേക്ക് സ്നേഹവും മതിപ്പുമൊക്കെ ഉണ്ടാകും. പക്ഷേ വിദ്യ പകർന്നു തരുന്ന ഗുരുവിനോടോ എക്കാലവും നമുക്ക് മതിപ്പും ബഹുമാനവും ഉണ്ടാകും. പാൽക്കാരൻ വിദ്യയെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? ഈ പ്രപഞ്ചം തന്നെ ഒരു പാഠശാലയല്ലേ കുട്ടി? പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ എന്തൊക്കെ പാഠങ്ങളാ പഠിക്കാൻ കഴിയുക? കുട്ടി വിഷമിക്കാതെ. അധികം വൈകാതെ ഗുരുമുഖത്ത് നിന്ന് തന്നെ വിദ്യ പഠിക്കാൻ നിനക്ക് ഭാഗ്യമുണ്ടാകും. ദാ പാല് വാങ്ങിച്ചോളൂ. എന്നാ ഞാൻ പോട്ടെ. നീ എന്തിനാ കുട്ടി കരയുന്നത്? ഞാൻ വരുന്ന വഴിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഗുരുവിനെ ഇന്നും കണ്ടു. അക്ഷരം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു. പണമില്ലെന്ന് അറിയിച്ചപ്പോ ഗുരു എന്നെ പരിഹസിച്ച് പറഞ്ഞയച്ചു. മോള് വിഷമിക്കാതെ. ദക്ഷിണയ്ക്കുള്ള പണമൊക്കെ നമുക്കുണ്ടാക്കാം. അക്ഷരം പഠിക്കണമെന്നത് നല്ല ആഗ്രഹ. അത് നീ ഉപേക്ഷിക്കണ്ട. അമ്മയിൽ നിന്നും എന്തുമാത്രം കഥകൾ നീ പഠിച്ചു, എന്തുമാത്രം അറിവ് നീ നേടി.
ദക്ഷിണയില്ലാതെ പഠിപ്പിക്കാത്ത ഗുരുവിന്റെ വിദ്യയേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് ആ അറിവുകൾ. അതുപോലെ നിനക്ക്. മീനാക്ഷി പറയുന്നത് ശരി തന്നെ. പക്ഷേ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്ന അറിവാണ് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. പൂങ്കൊടിയുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം മീനാക്ഷി. ദക്ഷിണയ്ക്കുള്ള പണം ഞാൻ തന്നേക്കാം. മോള് വിഷമിക്കാതെ പോയി പാലഭിഷേകം നടത്തിക്കോളൂ. ചെല്ല്. അമ്മേ, പൂങ്കൊടി ഇനി വിദ്യ അഭ്യസിക്കാൻ ചെല്ലുമ്പോ ഗുരുവിന് എന്തെങ്കിലും അനിഷ്ടം തോന്നുമോ? എന്തനിഷ്ടം തോന്നാൻ? താല്പര്യമുള്ളവർ വിദ്യ അഭ്യസിക്കാൻ ചെന്നാൽ വിദ്യ പറഞ്ഞു കൊടുക്കേണ്ടത് ഏതൊരു ഗുരുവിന്റെയും കടമയാണ്. മഹേശ്വര, നടനപ്രിയ, നീലകണ്ഠ, നിങ്ങളുടെ മന്ത്രങ്ങൾ ഉരുവിടാനും നിങ്ങളുടെ കഥകൾ വായിച്ചറിയാനും എനിക്ക് അക്ഷരാഭ്യാസം വേണം, അറിവ് വേണം. എനിക്ക് വിദ്യ അഭ്യസിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ ഉമാമഹേശ്വരന്മാരെ. താന ജാതിക്കാരി എന്ന പ്രശ്നം ഒഴിവാക്കാൻ ഈ ഉള്ളവൾക്ക് അക്ഷരജ്ഞാനം നൽകണേ ദേവീ ദേവന്മാരെ. ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം ഉമാമഹേശ്വരായ നമഃ. പൂങ്കൊടി, ദേവി മഹാമയെ, ജഗദംബികെ, ഈ ഉള്ളവൾക്ക് അവിടുന്ന് ദർശനം നൽകിയല്ലോ. നീ നമ്മുടെ ഉത്തമ ഭക്തയല്ലേ പൂങ്കുടി? നിന്റെ ഭക്തിയിലും ജ്ഞാനം നേടാനുള്ള വ്യഗ്രതയിലുമൊക്കെ നാം അതീവ സംതൃപ്തയാണ്. നിനക്ക് അക്ഷരം പഠിക്കണം അല്ലേ? അതെ ദേവി. ആദ്യം പരമേശ്വര ഭഗവാനെ സ്തുതിക്കാനുള്ള സ്തോത്രമാണ് പഠിക്കേണ്ടത്. ഇരിക്ക്.
എങ്കിൽ ശിവപഞ്ചാക്ഷരി സ്തോത്രത്തിന്റെ ആദ്യ പാദം പഠിപ്പിക്കാം. ചൊല്ലിക്കോളൂ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാകായ മഹേശ്വരായ ഭസ്മാങ്കരാകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ നിത്യായ ശുദ്ധായ നിഗംബരായ തസ്മൈ നകാരായ നമഃശിവായ. തസ്മൈ നകാരായ നമഃശിവായ. ഇനി ഓർമ്മിച്ച് ചൊല്ലാമോ? ആ, ചൊല്ലാം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാംഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃശിവായ. മിടുക്കി. ഇപ്പോ ഇതുരുവിട്ട് പഠിക്കുക. നമഃശിവായ എന്ന പഞ്ചാക്ഷരി സ്തോത്രത്തിലെ ആദ്യ അക്ഷരം ന എന്നാണല്ലോ. അതെ. അതുകൊണ്ടാണ് തസ്മൈ നകാരായ നമഃശിവായ എന്ന് സ്തുതിക്കുന്നത്. ഇനിയുള്ള 4 സ്തോത്രങ്ങൾ, അതായത് മകാരായ നമഃശിവായ, ശികാരായ നമഃശിവായ, വകാരായ നമഃശിവായ, യകാരായ നമഃശിവ തുടങ്ങിയവ മറ്റൊരവസരത്തിൽ പഠിപ്പിക്കാം. എന്താ? അങ്ങനെ ആവട്ടെ ദേവി. മംഗളം ഭവിക്കട്ടെ. ദേവി ഭഗവതി, അവിടുന്ന് സ്വപ്നത്തിൽ വന്ന് അടിയന് സ്തോത്രം പറഞ്ഞു തന്നല്ലോ. അടിയന്റെ മഹാപുണ്യം. ഉമാമഹേശ്വരായ നമഃ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം ഉമാമഹേശ്വരായ നമഃ. കാണുന്നില്ലല്ലോ. ദേവി സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ച ശ്ലോകം ഒന്ന് ചൊല്ലുക തന്നെ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃശിവായ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്ക. കൊള്ളാമല്ലോ. വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് പൂങ്കുടി ശ്ലോകവും പഠിച്ചോ? നന്നായി. ഈ ശ്ലോകം ഏതാണെന്നറിയാമോ? അറിയാം. ശിവപഞ്ചാക്ഷരി സ്തുതിയിലെ ആദ്യത്തെ ശ്ലോകം. ശരിയാണ്. നമഃശിവായ എന്ന പഞ്ചാക്ഷരിയിൽ ആദ്യത്തെ അക്ഷരമായ നകാരം വരുന്ന സ്തുതി. പാമ്പുകളെ മാലയാക്കിയവനും 3 കണ്ണുള്ളവനും ഭസ്മം ധരിച്ച ദേഹമുള്ളവനും നിത്യനും ശുദ്ധനും ദിക്ക് അമ്പരമാക്കിയവനുമായ ശിവനെ സ്തുതിക്കുന്ന സ്തോത്രം. പാൽക്കാരൻ ഏതെങ്കിലും ഗുരുമുഖത്ത് നിന്ന് വിദ്യ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ പ്രപഞ്ചം തന്നെയാണ് എന്റെ ഗുരുനാഥൻ. അത് ശരിയായിരിക്കും. പക്ഷേ ഈ പാൽക്കാരൻ സാധാരണ പാൽക്കാരനല്ല. എവിടെ നിന്നോ ഒരുപാടൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ, പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും എപ്പോഴും എന്തൊക്കെയോ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. ആ ആ, കഥ പറഞ്ഞു നിൽക്കാനൊന്നും നേരമില്ല. പാല് തരൂ. ദാ. എന്നാ ഞാൻ പോട്ടെ.
നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ മകാരായ നമഃശിവായ. ഗുരുനാഥ, ഇവള് വീണ്ടും വന്നോ? ഗുരുനാഥൻ ചൊല്ലിയ സ്തോത്രത്തിൽ ഒരു പിശകുണ്ട്. ശിവപഞ്ചാക്ഷരി സ്തോത്രത്തിലെ ആദ്യ പാദമല്ലേ അങ്ങ് ചൊല്ലിയത്? തസ്മൈ നകാരായ നമഃശിവായ എന്നാണ്. ഒന്നാം പാദം അവസാനിക്കുന്നത് മകാരായ നമഃശിവായ എന്നല്ല. കുട്ടിയോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ക്ഷണിക്കാതെ വലിഞ്ഞു കയറി തെറ്റിതിരുത്താൻ വന്നിരിക്കുന്നു. നിഷേധി. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിച്ച ഗുരുവിനെ മകാരവും നകാരവും പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. മേലിൽ ഇവിടെ വന്നു പോകരുത്. പൊയ്ക്കോ. എന്താ വിദ്യാധര പ്രശ്നം? ആ, തിരുമേനിയോ? നമസ്തേ. പ്രശ്നമൊന്നുമില്ല തിരുമേനി. എന്നാ പ്രശ്നമുണ്ട്. നാം എല്ലാം കേട്ടു. ശിവപഞ്ചാക്ഷര സ്തോത്രത്തിൽ ആദ്യ പാദം അവസാനിക്കുന്നത് നിങ്ങൾ ചൊല്ലിയതുപോലെ മകാരായ നമഃശിവായ എന്നല്ല. ഈ കുട്ടി പറഞ്ഞതുപോലെ നകാരായ നമഃശിവായ തന്നെയാണ്. എന്താ വിദ്യാധര, എല്ലാം അറിയാവുന്ന നിങ്ങൾക്ക് ഈ നിസ്സാര കാര്യത്തിൽ തെറ്റുപറ്റിയത്? അത് പിന്നെ ഓർമ്മക്കുറവുകൊണ്ടോ അശ്രദ്ധ കൊണ്ടോ പറ്റിയതാണ് തിരുമേനി. ഓർമ്മക്കുറവുണ്ടാവാൻ പ്രായമേറെയായില്ലല്ലോ. അശ്രദ്ധകളുണ്ടായി തന്നെയാ. ആർക്കും തെറ്റുപറ്റാം. അത് തിരുത്തുന്നത് നല്ല കാര്യമല്ലേ? ഇനിയെങ്കിലും എനിക്ക് കൂടി വിദ്യ പകർന്നു തന്നൂടെ ഗുരുനാഥ? അതിപ്പോ ഇവിടെ പെൺകുട്ടികളെ പഠിപ്പിക്കാറില്ലല്ലോ. ആൺകുട്ടികളെ മാത്രമേ ഇവിടെ പഠിപ്പിക്കൂ. എന്ന് ശാഠ്യം പിടിക്കാതെ വിദ്യാധര. ഈ കുട്ടിയെ നമുക്ക് നന്നായി അറിയാം. മഹാശിവഭക്തയാ. അടിമുടി മഹേശ്വരാനുഗ്രഹമുള്ളവളാ. ബുദ്ധിമതിയുമാ. പൂങ്കുടി ഇവിടെ വിദ്യ അഭ്യസിക്കാൻ വരുന്നത് ഭാവിയിൽ വിദ്യാധരന് കൂടി അത് അനുഗ്രഹമായി ഭവിക്കും. വിദ്യാധരൻ ഇവളെയും ശിഷ്യയായി സർവാത്മന സ്വീകരിക്കണം. തിരുമേനി പറഞ്ഞാൽ പിന്നെ പറ്റില്ല എന്ന് നിഷേധിക്കാൻ നമുക്കാവില്ല. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം വിദ്യ അഭ്യസിക്കാൻ പൂങ്കൊടി തയ്യാറാണെങ്കിൽ കുട്ടിയും വന്നോട്ടെ. നന്ദി ഗുരുനാഥ. നന്ദി തിരുമേനി. അമ്മയുടെയും മുത്തശ്ശിയുടെയും മീനാക്ഷി ചേച്ചിയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങി ഞാൻ വന്നോളാം. കണ്ടില്ലേ, വിദ്യ അഭ്യസിക്കാനുള്ള അവസരം കിട്ടിയപ്പോ സ്വർഗരാജ്യം കൈവന്ന ആഹ്ലാദമാണ് അവൾക്ക്. എന്നാലും കുട്ടിക്ക് കുറുമ്പ് ഇത്തിരി കൂടുതലാണ് തിരുമേനി. തെറ്റ് കേട്ടപ്പോൾ വന്ന് അത് തിരുത്തതിനെ കുറുമ്പായി കാണുന്നത് വിദ്യാധര. ഇനിയും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോൾ അത് തിരുത്താൻ പൂങ്കൊടി ഉണ്ടാവുന്നത് ഗുണകരമാവില്ലേ നിങ്ങൾക്ക്? അവളോട് അനിഷ്ടമൊന്നും തോന്നരുത്, വേദനിപ്പിക്കുകയോ അരുത്. ഇല്ല തിരുമേനി, നമുക്കറിവുള്ളതെല്ലാം അവൾക്ക് പകർന്നു നൽകിയിരിക്കും. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങയ്ക്ക് തൃക്കടയൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകും. ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. നാഗേന്ദ്രഹാരായ നാഗേന്ദ്രഹാരായ ത്രിലോച പൂങ്കൊടി ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? എന്നെ വിദ്യ പഠിപ്പിക്കാമെന്ന് ഗുരു സമ്മതിച്ചു. ഗുരുവിനെന്താ പെട്ടെന്നങ്ങനെ തോന്നാൻ? ക്ഷേത്രത്തിലെ മേൽശാന്തി തിരുമേനി അവിടെ വന്നിരുന്നു. തിരുമേനി വേണ്ട ഒത്താശ ചെയ്തപ്പോഴാ ഗുരു സമ്മതിച്ചത്. ആ, ഗുരുകുല വിദ്യാഭ്യാസ പ്രകാരം പഠിപ്പിക്കാന്നാ സമ്മതിച്ചത്. അപ്പോ ഗുരുവിന്റെ തറവാട്ടിൽ താമസിച്ച് പഠിക്കേണ്ടി വരൂ നിനക്ക്?
ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായപ്രകാരമാണെങ്കിൽ അങ്ങനെ വേണ്ടിവരും. ശ്രീകൃഷ്ണന്റെ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കഥ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? പക്ഷേ കുടില് വിട്ട് പിരിഞ്ഞു നിൽക്കാൻ അമ്മ സമ്മതിക്കോ എന്തോ? അതൊക്കെ ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. എന്തായാലും പൂങ്കൊടി ഭഗവാന് പാലഭിഷേകം ചെയ്യുന്നതിന്റെ നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങി. എന്നാ ഞാനിത് പോയി അമ്മയോട് പറയട്ടെ. അവളുടെ ഒരു സന്തോഷം